മനസ്സന്മാരെ, ഞാൻ മജീദാണ്. അപ്പോൾ നമ്മുടെ ബോച്ചെ സാറിന് ജാമ്യം കിട്ടി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. കാരണം ബോച്ചെ സാറ് ഇറങ്ങുന്നത് എന്നുവെച്ചാൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയാണ്ട് കുറേ സ്ത്രീകൾ അതേമാതിരി പുരുഷന്മാർ എന്നുവെച്ചാൽ ജയിലിൻ്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? ബോച്ചെ സാറിൻ്റെ എന്നുവെച്ചാൽ നല്ല പ്രവൃത്തി കൊണ്ട്, എന്ന് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബോച്ചെ സാറ്. അതുകൊണ്ടാണ് അവിടെ സ്ത്രീകൾ, പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന സ്ത്രീകളാണ് ജയിലിൻ്റെ പുറത്ത് ബോച്ചെ സാറ് ഇറങ്ങുന്നത് കാണാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ ഞാനൊരു ചെറിയൊരു ന്യൂസ് കേട്ടു, ബോച്ചെ സാറ് ജാമ്യത്തിൽ ഇറങ്ങുന്നില്ല. കാരണം ബോച്ചെ സാറ് നിൽക്കുന്ന ജയിലിൽ അനേകം ജയിൽ പുള്ളികൾ എന്നുവെച്ചാൽ ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റാതെ, എന്നുവെച്ചാൽ പൈസ അല്ലാതെ ജാമ്യത്തിൽ ഇറങ്ങണമെങ്കിൽ പൈസ വേണം. അപ്പോൾ അങ്ങനെ പൈസ അല്ലാതെ ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റാതെ അവിടെ അനേകം ജയിൽ പുള്ളികളുണ്ട്. അപ്പോൾ അവർക്കും കൂടിയും ജാമ്യത്തിൽ ഇറങ്ങാൻ വേണ്ടി ബോച്ചെ സാറ് അവിടെ ഒരു ചെറിയൊരു സമരം ചെയ്തുകാണ്ട് എന്നുവെച്ചാൽ ജാമ്യത്തിൽ ഇറങ്ങാതെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ബോച്ചെ സാറ്. കാരണം പാവപ്പെട്ട ആൾക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബോച്ചെ സാറ്. അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബോച്ചെ സാറിനെ ബോച്ചെ സാറിനെ പറ്റി പറയാൻ കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ബോച്ചെ സാറിനെ. പിന്നെ രണ്ടാമത് എൻ്റെ സോനുമോനും എൻ്റെ ഭാര്യയും എന്നോട് ചോദിച്ചു, ഓരോ ട്രെയിനിന് കയറാൻ വേണ്ടി, ഷൊർണൂർക്ക് ട്രെയിന് കയറാൻ വേണ്ടി നാളെ കൊണ്ടുപോകുമോ? അപ്പോൾ നാളെ എനിക്ക് ലീവ് ആയതുകൊണ്ട് ഞാൻ അവരെ കൂട്ടിക്കാണ്ട് വെച്ചാൽ നാളെ ഷൊർണൂർക്ക് പോവുകയാണ്. വെച്ചാൽ ട്രെയിനിന് കയറാൻ, ട്രെയിനിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഒരു 2 ദിവസം മുന്നേ എൻ്റെ ഭാര്യനോട് എന്നുവെച്ചാൽ ഒരു ലേഡീസ് ചോദിച്ചു. കാരണം ഞാൻ ഈ മമ്പുറത്ത് പോയിങ്ങാണ്ട് വെച്ചാൽ മമ്പുറം തങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഒരു വീഡിയോസ് ഉണ്ടാക്കിയതും. അതിൽ ഞാൻ ഈ കൂലി വെക്കാത്തതും അതും അങ്ങനത്തെ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യനോട് ചോദിച്ചിട്ടാണ് ആ ലേഡീസ് ചോദിച്ചിട്ടാണ്, മജീദിന് എന്താ സുഖല്ലേ? അപ്പോൾ ആ ചോദിച്ച വ്യക്തി ഈ വീഡിയോസ് കാണുകയെന്ന് വെച്ചാൽ ആ വ്യക്തി കേൾക്കാൻ വേണ്ടിയാണ്. എനിക്ക് 100% ബുദ്ധി ഇല്ലെങ്കിലും ഒരു 80% ബുദ്ധി എനിക്കുണ്ട്. കാരണം എന്നിട്ട് അത് മാത്രമല്ല, എൻ്റെ ഭാര്യനോട് ചോദിക്കുകയാണ്, അന്നെ എന്തേലും കാട്ടിലുണ്ടോ എൻ്റെ ഭർത്താവ്? എന്താ എനിക്ക് ചെയ്യുക? അപ്പോൾ ആ ചോദിച്ച വ്യക്തി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഭാര്യനെ കൂട്ടിയാണ്ട് ഊട്ടിക്ക് തന്നെ 10 പ്രാവശ്യം പോയിക്കണ്. തമാസറിയല്ല, ഊട്ടിക്ക് തന്നെ 10 പ്രാവശ്യം എൻ്റെ ഭാര്യനെ കൂട്ടി പോയിക്കണ്. പിന്നെ കൊടൈക്കനാലിൽ പോയിക്കണ്, അതേമാതിരി മൈസൂർ പോയിക്കണ്. ഇതേമാതിരിയൊക്കെ ഞങ്ങൾ വെച്ചാൽ എൻ്റെ ഫാമിലിനെ കൂട്ടിയാണ് ഞാൻ ടൂർ പോയിക്കണ്. കാരണം എനിക്കെൻ്റെ ഫാമിലിയാണ് വലുത്. മനസ്സിലായില്ലേ? അതേമാതിരി നാട്ടുകാരും വലുത് തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഞാൻ എങ്ങോട്ട് പോകുകയാണെന്ന് വെച്ചാലും എൻ്റെ ഫാമിലിനെ കൂട്ടിക്കാണ്ടുള്ളൂ ഞാൻ എങ്ങോട്ടേലും ടൂർ പോക്ക്. അതാണ് ഞാൻ. പിന്നെ എനിക്ക് സിമെൻറ്റിൻ്റെ അലർജി ആയതുകൊണ്ട് ഞാൻ ഒരു 1.5 കൊല്ലം കൂടിയാണ് ഈ പടവ് തേപ്പ് ഞാൻ എടുത്ത് നടക്കുക. അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ മല്ലിപ്പൊടി, മുളക് പൊടി എന്നുവെച്ചാൽ അത് കടയിൽ നിന്ന് മല്ലി മുളകും അതേമാതിരി മഞ്ഞളും മേടിച്ചുകാണ്ട് അത് കേക്ക് വറുത്തുകാണ്ട് വേപ്പിനിലിട്ടുകാണ്ട് വറുത്തുകാണ്ട് അങ്ങനെ ചെറിയൊരു കച്ചവടം ചെയ്യാൻ ഞാൻ കരുതിയിരിക്കണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോസിൽ എൻ്റെ നമ്പർ രേഖപ്പെടുത്തിയിരിക്കണ ആ നമ്പർക്ക് വിളിച്ചാൽ മതി. കാരണം നല്ല നാടൻ പൊടിയിലെ മല്ലിയോണ്ട് കറി വെച്ചുകാണ്ട് നല്ല രുചിയിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. എങ്ങനെ വറുത്തുകാണ്ടാണ് പൊടിക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഷൊർണൂർക്ക് പോണത് ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഈ വീഡിയോസിൽ എൻ്റെ ഭാര്യനെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അവൾക്ക് മടിയാണ്.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാണ് ട്രെയിൻ ഇറങ്ങിയാണ്ട് ഞങ്ങൾ ഭാരതപ്പുഴ കാണാൻ പോവുകയാണ്. അപ്പോൾ സോന് ഭാരതപ്പുഴ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ഭാരതപ്പുഴ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കി കാര്യം. മാരെ ഞങ്ങൾ ഭാരതപ്പുഴൻ്റെ അവിടെ എത്തി അല്ല സോനു? ഭാരതപ്പുഴയ്ക്ക് ചാരി ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ആ പാർക്കിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പോൾ സോനു സൈക്കിൾ ഔട്ടാണ്. അപ്പോൾ മനസ്സന്മാരെ ഇവിടെ നല്ല കാറ്റാട്ടോ. എന്ന് വെച്ചാൽ വെയിലിൻ്റെ ചൂടുണ്ടെങ്കിലും ചൂട് വല്ലാതെ അറിയില്ല. കാരണം നല്ല കാറ്റാണ്. കാരണം ഇവിടെ വന്ന് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് പ്രത്യേക ഒരു എന്താ പറയുക ഒരു കുളിർമയാണ്. പിന്നെ പറയാറുണ്ടാൽ ഇവിടെ വന്നു നിന്നാൽ ആ പാലത്തിൻ്റെ മേൽക്കൂടെയൊക്കെ ഈ തീവണ്ടി പോകുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കണ്ടില്ലേ? എന്ന് വെച്ചാൽ നമ്മളെ ഈ ചേരട്ട ഉണ്ടല്ലോ, ഈ ചേരട്ട അരിച്ച് പോണ മാതിരി അങ്ങനെ പോകുക അല്ലേ? അതേമാതിരി കാണാൻ നല്ലൊരു ഭംഗിയാണിതിൽ. അപ്പോൾ ഇതേമാതിരി നിങ്ങളെ കുട്ടികളെ, നിങ്ങളെ ഭാര്യ, നിങ്ങളെ ഉമ്മ, ഉപ്പ, അച്ഛൻ, അമ്മ അങ്ങനെ എല്ലാവരെയും കൂട്ടിയാണ്ടക്കത്തിൽ അങ്ങനെ സ്ഥലം കാണാൻ വന്നാൽ മതി. കാരണം ട്രെയിനിന് പറഞ്ഞാൽ പിന്നെ ടൂരിന്ന് ഷൊർണൂർക്ക് ട്രെയിൻ ടിക്കറ്റിന് പറഞ്ഞാൽ ആകെ 15 ഉറുപ്പിക ഒരാൾക്കുള്ളത്. അപ്പോൾ ഇതേമാതിരി നിങ്ങളെ കുട്ടികളൊക്കെ കൂട്ടിയാണ്ട് വന്നോളൂ. ഇതൊക്കെ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകാം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരിച്ചു പോകുന്ന ആൾക്കാരാണ്. പിന്നെ പറയാനുള്ളത്, ആരെങ്കിലും നിങ്ങൾ പണിക്ക് വിളിച്ചാൽ ഓരോ പണിക്കൂല കൃത്യം കൊടുത്തോളൂ. നമ്മൾ ഒരാളെ വേർപ്പ് എന്തിനാണ് നമ്മൾ പറ്റണത്? മനസ്സുമാരെ എങ്ങനെ വീഡിയോസ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈ ഭാരതപ്പുഴയിൽ ഇവിടെ ഒരു സിനിമൻ്റെ ചില സിനിമ കുറേ ഷൂട്ടിങ് നടന്ന സ്ഥലമാണ്. അതിൽ എടുത്ത് പറയേണ്ട സിനിമ എന്നുവെച്ചാൽ മോഹൻലാലിൻ്റെ എന്നുവെച്ചാൽ ലാലേട്ടൻ്റെ 6-ാം തമ്പുരാനില്ലേ, അതിൽ മോഹൻലാലിൻ്റെല്ലോ ഈ ഒരു പുഴയിന്ന് വെച്ചാൽ നീച്ചിങ്ങാട് ഇങ്ങനെ വരുന്നത്. പിന്നെ കലാപൻ മണി തന്നെ ഒരു പുഴയിന്ന് പിന്നെ അതിൽ മോഹൻലാലിൻ്റെ പേരെന്താ പിന്നെ ഒരു പേരാണ്, ആ പേരും വിളിച്ചാണ്ടല്ലോ കലാപമണി ഇങ്ങനെ ഓടി വരുന്നത്. അതേമാതിരി ആ സിനിമയിൽ പിന്നെ ആരി മുരളീരവം ആ പാട്ട് രംഗത്തുണ്ട്. വെച്ചാൽ മോഹൻലാൽ ഈ പോയിൻ്റെ പക്കത്ത് കൂടി ഇങ്ങനെ നടന്ന് വരുന്ന പിന്നെ ആ രംഗമൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഭാരതപ്പുഴയിലാണ്, ഇവിടെ ഷൊർണൂർ ഈ പിന്നെ ഭാരതപ്പുഴയിൽ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കാരണം എനിക്ക് സിമെൻറ്റിൻ്റെ തേപ്പിൻ്റെ വർക്കാണ്. ഇപ്പോൾ സിമെൻറ്റ് അലർജിയും ആണ്. അതേമാതിരി ഈ ചെറിയ റേറ്റിന് എടുത്തിട്ടൊക്കെ വെച്ചാൽ കുറേ ബാധ്യതകളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. ഇതൊക്കെ ഇനിയിപ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരു ഒരു വജ്ജ് വെച്ചാൽ മലപ്പുറം ഭാഷയിൽ പറയാൻ വെച്ചാൽ, കാരണം സിമെൻറ്റൊക്കെ അലർജി ആയിട്ട് പണിയെടുക്കാനൊന്നും വയ്ക്കണമൊന്നുമില്ല. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതേമാതിരി നിങ്ങളെ ഫാമിലിനെ കൂട്ടിയാണ്ടൊക്കെ ഇപ്പോൾ നിലമ്പൂർ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അവിടുന്ന് ചെറിയ പിന്നെ വെച്ചാൽ പൈസ ഉള്ളൂ. വെച്ചാൽ ട്രെയിൻ ടിക്കറ്റിന് ചെറിയ പൈസ ഉള്ളൂ ഷൊർണൂർക്ക്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് 1/2 കിലോമീറ്റർ ഉള്ളൂ ഈ ഭാരതപ്പുഴൻ്റെ അവിടേക്ക്. അപ്പോൾ പിന്നെ വരുമ്പോൾ തന്നെ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ പാർക്കിലൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്താണ്ട് ഇവിടെ കുളിച്ചാണ്ട് പോയാൽ മതി. ഓക്കെ. അപ്പോൾ വീണ്ടും പറയുന്നത് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ.